വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അഭി വലിയ കാര്യത്തിൽ പറഞ്ഞിരുത്തു മുന്നേ മിത്രയുടെ കൈമുട്ട അവന്റെ വയറിൽ ആഞ്ഞു പതിച്ചു. എന്നെ കെട്ടി കുറിക്കാണ്ട് നിനക്കെന്നടാ ഇത്രയും ചൊരുക്ക്? വീണ്ടും അടിക്കാൻ തുടങ്ങുന്ന ആൾക്കടുത്ത് നിന്ന് മാറി നിന്നിട്ട് അഭി വേദനയോടെ വയറ് തിരുമ്മി. കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെങ്ങളുള്ള ആങ്ങളിയുടെ രോദനമായിരുന്നടി പുല്ലേ അത്. അഭി പല്ലടിച്ച് പറയുന്ന കേട്ടിട്ട് ടീനേബിയും ചിരിക്കുന്നുണ്ട്. അപ്പൊ അവള് നിന്റെ പെങ്ങളല്ലേ? മിത്രയുടെ വിരൽ ടീനയ്ക്ക് നേരെ നീണ്ടു. പിന്നല്ലേ? അഭി തലയാട്ടി സമ്മതിച്ചു. എന്നിട്ട് അവളെ കുറിച്ച് അങ്ങനെ ചിന്ത നിനക്കില്ലേ? അവള് പഠനം കഴിഞ്ഞ് ജോലി കയറാന്നല്ലേ? നീയല്ലേ നിന്റെ ഒടുക്കത്തെ ആഗ്രഹം പറഞ്ഞിട്ട് അവളെ കൂടി. ആദ്യം അവളെ ചെറഞ്ഞു നോക്കി. ആണെങ്കിലേ സഹിച്ചോ, ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീയല്ല നിന്റെ അപ്പ വന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാവും. മിത്ര അഭിയെ വെല്ലുവിളി പോലെ നോക്കി. അവളുടെ മുഖത്തും അതേ ഭാവം തന്നെയാണ്. ഞാൻ ഈ വീട്ടിൽ നിന്നിട്ട് ആ കോളേജിൽ തന്നെ പഠിക്കും. 6 മാസം എന്ന് കഴിഞ്ഞ് വേണമെങ്കിൽ വേറെ കോഴ്സ് കൂടി എടുത്ത് പഠിക്കും. എന്നിട്ട് അവിടെ തന്നെ ഒരുത്തരം വളച്ചൊടിച്ച് കല്യാണം കഴിക്കുകയും ചെയ്യും. നീ എന്ത് ചെയ്യും? അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാ. നീ അതിൽ കയറി ഇടപെടണ്ട, മനസ്സിലായടാ? ചോദിക്കുന്നതിനൊപ്പം തന്നെ മിത്രയുടെ കൈ ഒരു പ്രാവശ്യം കൂടി അഭിയിൽ പതിഞ്ഞു. അത് വേണ്ട, അത് വേണ്ട. ഇവിടെ ഒരുത്തം വെയിറ്റിംഗ് ലിസ്റ്റിൽ നോക്കി ഇരിപ്പുണ്ട്. ഭാവതി അത് മറക്കല്ലേ. അതുവരെയും മിണ്ടാതെ നിന്നിരുന്നേപ്പി മിത്രയുടെ അവസാന വെല്ലുവിളി കേട്ട് അങ്ങോട്ട് വന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞോ അതിന് വെയിറ്റ് ചെയ്തോളാം? മിത്ര അഭിയെ വിട്ടുകൊണ്ട് എപ്പിക്കുന്നേരെ തിരിഞ്ഞു. വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന മട്ടിൽ ടീന അഭിയെ നോക്കി. മിത്ര ഇടഞ്ഞു കണ്ടതും അവന് മുഖം ചുളിച്ചു. ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാനുള്ള കോമൺ സെൻസ് പോലും ലഭ്യം നിനക്ക്. നീ എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞതിന് ഞാൻ പറയാൻ കരുതിയ ഒരു ഉത്തരവുണ്ടായിരുന്നു. പക്ഷെ അന്നത് കേൾക്കാൻ നിൽക്കാൻ നീ ഓടിപ്പോയി. മിത്ര എബിയെ നോക്കി. അവളുടെ മുഖം, ആ വാക്കുകളിലെ കടുപ്പം എബിയും അല്ലാതായി. മിത്ര, അവന്റെ സ്വരം പതിഞ്ഞുപോയി. നോക്കി എബി, എനിക്ക് നിന്നോടൊരു ഇഷ്ടക്കേടുമില്ല. അതിനർത്ഥം നിന്നെ കല്യാണം കഴിക്കാൻ മാത്രം ഇഷ്ടമുണ്ടോ എന്നുമല്ല. അബിയെ പോലെ ടീനെ പോലെ ഒരാള് നീ എനിക്കും. നമുക്ക് അങ്ങനെ മതിയടാ. ഇപ്പൊ തന്നെ നീ നോക്കുന്ന കാണുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു. അത് വേണോ എബി? നമുക്ക് നമ്മൾ തന്നെ നഷ്ടപ്പെടും. മനസ്സോറന്ന് സംസാരിക്കാൻ പോലും കഴിയില്ല. അത് സങ്കടല്ലേ എബി? മിത്ര എന്നിട്ട് അവനോട് ചേർന്ന് നിന്നുണ്ടായി ചോദിക്കുമ്പോൾ അറിയാത്ത എബി തലയാട്ടി സമ്മതിച്ചു. ഇപ്പൊ എന്റെ മനസ്സിൽ കല്യാണം എന്ന് പോലും ലബി. എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം തീർന്നിട്ട് കല്യാണം എന്നൊരു ഘട്ടം വരുമ്പോൾ അന്ന് എനിക്ക് നീ പറയുമ്പോൾ ഇഷ്ടം തോന്നിയാ അന്ന് ഞാനും തീർച്ചയായിട്ടും നിന്നെ പരിഗണിക്കും. അതുവരെ നീ ഇതുപോലെ പാത്രം എൻ്റെ മുന്നിൽ വരരുത് പ്ലീസ്. അതൊരു സാധ്യത മാത്രമാണ് കേട്ടോ. നീ കൂടുതൽ പ്രതീക്ഷിക്കരുത്. അത് നിനക്കൊരിക്കും സങ്കടാവും. മിത്ര പറഞ്ഞു എബി സമ്മതിച്ചു കൊടുത്തു. അവന് അവളുടെ സന്തോഷം മാത്രമായിരുന്നു ആ നിമിഷം ഏറ്റവും വലുതായി തോന്നിയത്. ടീനയ്ക്കും അബിക്കും അവന്റെ നിൽപ്പ് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഉള്ളിലുള്ള പറഞ്ഞിരുത്ത സമാധാനമായിരുന്നു മിത്രയ്ക്കെങ്കിൽ എബിയുടെ അതുവരെയുള്ള സമാധാനം അതോടെ പോയിരുന്നു. എന്ത് കണ്ടിട്ടാ ഇവന്റെ ഈ അഹങ്കാരം എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം ചന്ത കൾച്ചറും ആകെ സ്വന്തം, എന്നിട്ടും ഇന്ത്യ പ്രസിഡന്റ് ആണെന്നുള്ള ഭാവ. തങ്ങൾക്കടുത്തേക്ക് നടന്നു വരുന്ന വിഷയം നോക്കി അലോഷി വീണ്ടും പറഞ്ഞു. അതുവരെയും അഖിൽ പറഞ്ഞു കൊടുത്തെല്ലാം മറന്നു. എന്റെ പൊന്നാലോ, നീ എന്നെ കൂടി കൊലക്കൊടുക്കോ? അഖിൽ അവന് നേരെ കൈകൂപ്പി കാണിച്ചു. അലോഷി ഒന്നും മിണ്ടാ മുഖം തിരിച്ചു. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, അവനിപ്പോ നമ്മൾക്ക് മുന്നിൽ പൊന്മുട്ടിടുന്ന താറാവാ. അവൻ ആവശ്യപ്പെടുന്നെല്ലാം ചെയ്തു കൊടുക്കാനാ ബോസിന്റെ ഓർഡർ. അവനാണെങ്കിൽ ഒടുക്കത്തെ അഭിമാനി. അങ്ങനെയാവുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് 50 ലക്ഷം കൂടി ചുളിവിൽ തട്ടിമാറ്റാനുള്ള സ്കോപ്പ് ഉണ്ട്. ദയവായി നീ നിന്റെ ചൊറിയുന്ന സ്വഭാവം നടക്കി വെക്ക്, എന്നിട്ട് ബുദ്ധിപൂർവ്വം കളിക്കുക. ഇത് കഴിഞ്ഞിട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങുന്ന ആ ദിവസം അന്ന് നീ നിന്റെ ദേഷ്യമെല്ലാം കൂടി ഒരുമിച്ചങ്ങ് തീർത്തോ. ബോസും അവന് നമുക്കിടയിൽ ബോസ് ഉണ്ടാവില്ല. നമുക്ക് തന്നെ തീരുമാനം എടുക്കാം. അവന് എന്ത് വേണമെങ്കിൽ പോലും ചെയ്യാം. ഇപ്പൊ 6 മാസം അവനെ സഹിക്കുന്നതിനുള്ള കൂടി നമുക്ക് കാശാക്കി മാറ്റാം. അഖിൽ പറയുന്നെല്ലാം ആലോചിക്കും അറിയാം. അതിനെല്ലാം അവന് സമ്മതം തന്നെയാണ്. പക്ഷെ വിശ്വയെ കാണുമ്പോൾ അതെല്ലാം മറക്കും. മിണ്ടാ നിൽക്കണം, ഞാൻ സംസാരിച്ചോളാം. വിശ്വ മുരുകൻ അടുത്തേക്ക് എത്തിയതും അഖിൽ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. എന്താ വിശ്വ, ഓക്കെ ആണോ? ചുണ്ടിലൊരു ചിരി എടുത്തണിഞ്ഞുകൊണ്ട് അഖിൽ വിശ്വയോട് ചോദിച്ചു. ഞാൻ ഓക്കെ ആണോ? വിശ്വം ഗൗരവത്തോടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു. ഓക്കെ, എങ്കിലും ഇനി ഇവിടെ എന്തെല്ലാം വേണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും പറഞ്ഞു. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തരാനാ ബോസിന്റെ ഓർഡർ. എല്ലാം നിന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താ. എല്ലാത്തിനും പിന്നിൽ വാലുപോലെ അവർ പറയാറുള്ള ആ വിശ്വാസം വിശ്വകഥ കേൾക്കുമ്പോൾ ദേഷ്യമാണ് തോന്നുന്നത്. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലെന്ന പോലെ അവൻ മൗനം പാലിച്ചു. നാളെ രാവിലെ മുതൽ ഇവിടെയുള്ള പണി സ്റ്റാർട്ട് ചെയ്യും. കോളേജ് ടൈമിൽ നീ ഇങ്ങോട്ട് വരണ്ട. ഇതുപോലെ വൈകുന്നേരം വന്നിട്ട് നോക്കിയാൽ മതി, അതാവും നല്ലത്. ഏറിയ 3-4 ദിവസം അതിനുള്ളിൽ സെറ്റാവുന്ന ഇവിടെ ജോലിക്കാരെ ഏർപ്പാട് ചെയ്യാം. അഖിൽ പറയുന്ന വിശ്വ തലയാട്ടി സമ്മതിച്ചു. എങ്കിലും ഇനി എന്തെങ്കിലും ഫോൺ വിളിക്കുക എന്നും പറഞ്ഞ് അഖിൽ അലോഷിയും തിരികെ പോകാൻ യാത്ര പറഞ്ഞു. അലോഷിയും വിശ്വയും തമ്മിൽ ഇനിയൊന്നും മിണ്ടിക്കൂടുന്നൊരു ഭാവത്തിലാണ് അഖിൽ യാത്ര പറയുന്നത്. ചുറ്റി തിരിഞ്ഞ് നടക്കാതെ ആ വീട്ടിലോട്ട് തന്നെ പോകണം. വെറുതെ മനുഷ്യനും പണി ഉണ്ടാക്കരുത്. എന്നിട്ടും കാർ കയറും മുന്നേ അലോഷി പറഞ്ഞു. ഇവനീന്ന് ഞാൻ പല്ലിയടിച്ചുകൊണ്ട് വിശ്വ മുന്നോട്ടേലും മുന്നേ അലോഷി കാറിലേക്ക് കയറി ഡോറടച്ചു. അതേ നിമിഷം തന്നെ അഖിൽ കാർ മുന്നോട്ടെടുത്തു. വിട്ടേടാ,
ഇതെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ ആരൊന്നും കാര്യമായിട്ടൊന്നും ചൊറിഞ്ഞു കൊടുക്കണം. മുരുകൻ കാറുപോയ വഴി നോക്കി കലിപ്പിട്ട് നിൽക്കുന്ന വിശ്വയെ സമാധാനിപ്പിച്ചു. ആ, ഞാനും ആ സമാധാനത്തിൽ തന്നെയാ. വിശ്വ അവരുടെ വീട്ടിലോട്ടുള്ള റോഡിന് നേരെ നടന്നു. അവിടെ നിന്ന് നടക്കാൻ മാത്രമുള്ള ദൂരമേ ഉള്ളൂ. ഒരാഴ്ച കൊണ്ടൊക്കെ പണിയെടുത്തുകൊണ്ട് തുടങ്ങാൻ കഴിയോടാ? ഒന്നിച്ച് നടക്കുന്നതിന്റെ മുരുകൻ ചോദിച്ചു. ശ്രമിച്ചാൽ നടക്കാവുന്നല്ലേ ഉള്ളൂ മുരുക. നമ്മളെപ്പോലെയല്ല, അവർക്ക് കയ്യിൽ കാശുണ്ട്, അപ്പം നടക്കും. കാശിറക്കി കളിക്കും അവര്. കുറച്ച് കൂടുതൽ ജോലിക്കാരെ കൂടി സംഘടിപ്പിച്ചാൽ നടക്കും. കാരണം 6 മാസം കൊണ്ട് അവരുടെ പ്ലാൻ നടക്കണ്ടേ. അതിന് ഞാനും എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തിപ്പെടണ്ടേ. മുരുകനെ നോക്കി വിശ്വ പറഞ്ഞു. വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനിടെ വിശ്വയുടെ ഫോൺ ബില്ലടിച്ചു. വക്കീലാണ്. മുരുകനോട് പറഞ്ഞിട്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ക്യാൻറ്റീൻ എടുത്ത് നടത്താൻ തീരുമാനമെടുത്തും അത് അവരോട് പറഞ്ഞു. അഖിലിനെയും അലോഷിയെയും കൂട്ടി അവിടെ പോയതും നാളെ മുതൽ അവിടെ ജോലി തുടങ്ങുന്നതെല്ലാം വിശ്വ വക്കീലിനോട് പറഞ്ഞു. മുരുകൻ അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നിശബ്ദമായി നടക്കുകയാണ്. എപ്പോഴത്തെയും പോലെ എല്ലാം സൂക്ഷിച്ച് ചെയ്യണമെന്നും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിച്ചോളാനും പറഞ്ഞിട്ടാണ് വക്കീൽ ഫോൺ കട്ട് ചെയ്ത്. അവർ ഇതുപോലൊരു കാര്യത്തിലേക്ക് വലിച്ചിട്ട് താനാണെന്നൊരു തോന്നൽ വക്കീലിനുണ്ട്. കുസുമം വിളിച്ചിട്ട് വിശ്വ കൊടുത്ത ജോലിയെക്കുറിച്ച് ചോദിച്ചു മുതൽ ആ ചിന്ത അയാളിലൊരു കുത്തനാണ്. ഏത് സഹായത്തിന് വിളിച്ചാലും തനിക്കൊപ്പം മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി ചെല്ലാറുള്ള 2 പേര്. അവർക്ക് താൻ കാരണം ഒരാപത്ത് വരുമോ എന്ന അയാൾക്ക് നല്ല ആശങ്കയുണ്ട്. മുന്നോട്ട് നടക്കുന്നതിനിടെ തന്നെ വിശ്വ കുസുമത്തിനെ കൂടി വിളിച്ചു. അപ്പോഴേക്കും അവർ വീടിന്റെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. അമ്മയോട് സംസാരിച്ചുകൊണ്ട് വിശ്വ വീടിന്റെ ഗേറ്റിനോരം ചെന്നെത്തി. എതിരെയുള്ള വീടിന് മുമ്പിൽ ഒരു ബൈക്കും 2 സ്കൂട്ടിയും ഉണ്ട്. ആ വീടിനെ നേരെ നോക്കി 3-4 ആളുകൾ നിൽപ്പുണ്ട്. അതൊന്നും നോക്കി അവൻ അകത്തേക്ക് കയറി പോയിട്ടും മുരുകൻ അവിടെ തന്നെ നിന്നു. പുതിയ താമസക്കാരായിരിക്കും. അവരെ നോക്കി അവൻ അവിടെ നിൽക്കുന്ന ആ സമയത്ത് തന്നെയാണ് ആ നിൽക്കുന്നവർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഗേറ്റ് പൂട്ടിയത്. റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് ചുറ്റും നോക്കി അവിടെ കണ്ണുകൾ മുരുകനിൽ പതിഞ്ഞു. അവരിൽ ഒരുത്തൻ തനിക്ക് നേരെ വരുന്ന കാണായി മുരുകൻ വിശ്വ അകത്തേക്ക് കയറിപ്പോയെന്നോർത്ത് ആദ്യം തിരിഞ്ഞു നോക്കി. വാതിൽ തുറന്നു കിടപ്പുണ്ട്. അവൻ അവിടെ എങ്ങും കണ്ടില്ല. ആയ് അഭിലാഷ്, മുരുകൻ നേരെ വന്നവൻ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മുരുകനും ആ കൈ പിടിച്ചു. അഭി മുരുകനോട് യാത്ര പറഞ്ഞുകൊണ്ട് ബൈക്കിലേക്ക് കയറിയ നിമിഷം തന്നെയാണ് വിശ്വ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത്. 2 ചെറുപ്പക്കാർ ഒരു ബൈക്കിലും അവർക്ക് മുന്നിൽ 2 സ്കൂട്ടികളിലായ 2 പെൺകുട്ടികളും. ബൈക്കിന്റെ ശബ്ദം കേട്ട് നോക്കുമ്പോൾ അവർ പോകുന്നതാണ് വിശ്വ കണ്ടത്. ആരാണത്? ആരുടെ പോക്ക് തിരിഞ്ഞു പോയിക്കൊണ്ട് അങ്ങോട്ട് കയറി വന്ന് മുരുകനോട് വിശ്വ ചോദിച്ചു. എന്നോട് സംസാരിക്കാവുന്നവൻ അഭിലാഷ്. ഇവിടെ അടുത്ത എവിടെയാണ് അവന്റെ വീടെന്ന് പറഞ്ഞു. ഗേറ്റ് അടച്ചുകൊണ്ട് വിശ്വയുടെ അരികിലേക്ക് നടന്നു വന്നിട്ട് മുരുകൻ പറഞ്ഞു. അവനാ വീടെടുത്തോ? അഭിക്കല്ല, അവനെ കൂടെ 2 പെൺകുട്ടികളെ കണ്ടോ നീ? മുരുകൻ വിശ്വയുടെ എതിരെ വന്നിരുന്നോട് ചോദിച്ചു. ഞാനെങ്ങും കണ്ടില്ല. ഞാനിറങ്ങി വന്നപ്പോഴേക്കും അവരെല്ലാം വണ്ടി എടുത്ത് പോകാൻ തുടങ്ങിയിരുന്നു. ആ, എന്നാൽ 2 പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നു അവർക്കൊപ്പം. അവർക്ക് അബിയുടെ കസിൻസ് ആണെന്നാ പറഞ്ഞ്. ആ വീട് അവർക്ക് റെന്റിനിട്ടോന്നറിയാൻ വന്നാ. അബിയൊക്കെ നിന്നിരുന്ന വീടിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മുരുകൻ പറഞ്ഞു. ആ വീട് നിന്റെ അല്ലല്ലോ, നിന്നോട് വന്നിട്ട് പറയാൻ. വിശ്വ മുരുകനെ നോക്കിയിട്ട് പറഞ്ഞു. അല്ല, അവരെ എന്നോട് ചോദിക്കാമെന്നൊന്നുമില്ല. ഞാനവിടെ നിൽക്കുന്നുണ്ടപ്പോൾ ഇങ്ങോട്ട് വന്ന് മിണ്ടിയതാ. ആഹാ, വീടെടുക്കാൻ വന്നതല്ലേ? ഏതാ ഈ പരിസരത്തൊരു വായി നോക്കിയെന്ന് അറിയാനാവും. വിശ്വ ഒന്ന് അടക്കി ചിരിച്ചു. മുരുകൻ അവനെ തുറിച്ചു നോക്കി. എന്നിട്ട് എന്തൊക്കെയാ നിന്നോട് ചോദിച്ചു? അത് പറ. വിശ്വക്ക് അതറിയാനായിരുന്നു താല്പര്യം. എന്റെ കൂടെയുള്ള ആ ജാടത്തിന്റെ ഏതാന്നാ അവരാദ്യം ചോദിച്ചു. മുരുകനൊരു പുച്ഛത്തോടെ പറഞ്ഞു കേട്ടിട്ട് വിശ്വ ചുണ്ട് കടിച്ചു പിടിച്ച് തലയാട്ടി ചിരിച്ചു. അല്ലേ പിന്നെ മുന്നിൽ അവരെ 4 പേരെ കണ്ടിട്ടും ഒന്ന് നോക്കുകൂടി ചെയ്യാൻ പോകുന്നവരെ അവരുടെ കണ്ണിൽ ജാടത്തിന്റെ അല്ല എന്ത്? അവന്റെ ആ ചിരി കണ്ടിട്ട് മുരുകൻ അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അതിന് ഞാൻ അവരാരെയും കണ്ടിട്ടില്ലടാ. നീ കണ്ടതല്ലേ ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ട് വരുന്നു. വേറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. വിശ്വ അവന്റെ നേരെ നോക്കി. എനിക്കറിയാം വിശ്വ, പക്ഷെ അവർക്കറിയില്ലല്ലോ. അതുകൊട്ടെ, അമ്മയെന്ന് പറഞ്ഞു. സീനാണോ? മുരുകന്റെ മുഖം ചുളിഞ്ഞു. സീനാണോന്ന് ചോദിച്ചാ ആണെന്നും അല്ലെന്നും പറയേണ്ടി വരും. ഒരു നിശ്വാസത്തോടെ വിശ്വ ചുമരിലേക്ക് ചാരി കാല് നീട്ടിയിരുന്നു. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെപ്രാളത്തോടെ മുരുകൻ വിശ്വയെ നോക്കി. അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ മുരുക? ഡീസന്റ് ആണെങ്കിൽ പക്ക ഡീസന്റ്, തറയാണെങ്കിൽ അതിനും പക്ക. വിശ്വ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. മുരുകനെ തലയാട്ടി സമ്മതിച്ചു. അത് അവനും അറിയാവുന്ന കാര്യം തന്നെയാണ്. മുരുകന് മാത്രമല്ല, ചന്തമുക്ക് കോളനിയിലെ എല്ലാവർക്കും. കുസുമത്തിനോട് ഇടയാൻ വന്ന അതിന് പുറത്തുള്ളവർക്ക് നന്നായിട്ട് അറിയാവുന്ന സത്യം. നമ്മൾ പറയുന്ന നുണയാണോ എന്നൊരു കുഞ്ഞു സംശയത്തിന്റെ തീപ്പൊരി കുസുമത്തിന്റെ ഉള്ളിൽ പുകയുന്നുണ്ട്. വിശ്വ മുരുകനെ നോക്കി. അത് പ്രശ്നമാണല്ലോ വിശ്വ. ആ തീപ്പൊരി മതി നിന്റെ അമ്മ നമ്മളെ തേടി ഇവിടെ എത്തും. പിന്നെ നമ്മുടെ ശവടക്കിണത്തിട്ട് തിരിച്ചു പോകും. മുരുകൻ വേവലാതിയോടെ പറഞ്ഞു. ആ തീപ്പൊരി കത്തിപ്പിടിക്കാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കുമോ മുരുക? വീട്ടുകാർ കാണിച്ചിരുന്ന ഒരാളെയല്ലാതെ ആരെയും കെട്ടില്ലെന്നും സ്നേഹിക്കില്ലെന്നുള്ള കുസുമ വലിയെന്ന എന്റെ അമ്മയുടെ ഉറപ്പിനെ ഉടച്ചുകൊണ്ട് സ്നേഹിച്ച് തോൽപ്പിച്ചു. അമ്മയെ വിളിച്ച് ഓടിപ്പോന്നിട്ട് കെട്ടിയൊരുമിച്ച് ജീവൻ തുടങ്ങിയ രാജീവാ മുരുക എന്റെ അച്ഛൻ. ആ അച്ഛന്റെ കഴിവ് എനിക്കുണ്ട്. അമ്മയുടെ കാര്യത്തിൽ കുസുമ വലിയ ടീച്ചറെ ഞാൻ വളച്ചൊടിച്ച് കുപ്പിയിലാക്കും. ഒറ്റക്കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് വിശ്വ പറഞ്ഞു കേട്ടതും മുരുകൻ അവനെ നോക്കിയൊന്ന് ചുണ്ടുകൊട്ടി ചിരിച്ചു. ആഹ്, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം! മുരുകൻ വിശ്വയെ നോക്കി ഈണത്തിൽ പറഞ്ഞു.
കുസുമാലി ടീച്ചർ നിന്റെ എല്ല് വലിച്ചൊടിച്ചേ പല കുപ്പയിലും തള്ളാൻ ഞാൻ നിന്റെ ഭാഗ്യം. അവന്റെ ഒരു ആഗ്രഹം. മുരുകന് തീർത്തും പുച്ഛമാണ്. വിശ്വ അത് കേട്ടിട്ടും ഒന്നും മിണ്ടാതിരുന്നു. കാരണം അവനറിയാം അവന്റെ അമ്മയുടെ കാര്യത്തിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളി. ഇണങ്ങാത്ത ഒറ്റക്കൊമ്പനം പോലൊരു സ്ത്രീ, ഒറ്റയ്ക്ക് ജീവിതം നേരിട്ട അനുഭവങ്ങൾ പലതും അവരങ്ങനെയാക്കി തീർത്തിരുന്നു. നീ മല്ലിയെ വിളിച്ചോ? വിശ്വ ചോദിക്കുമ്പോഴാണ് മുരുകൻ പിന്നെ അത് ഓർക്കുന്നത് തന്നെ. രാവിലെ അവൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ നിൽപ്പാണ്. അത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശാന്തി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. പിന്നെ അഖിൽ കോളേജിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്തവുമില്ല. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മുരുകൻ ഷെൽവണന്റെ ഫോണിലേക്ക് വിളിച്ചു. ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് അവനധികവും ചോദിച്ചത്. വിശ്വേട്ടനുണ്ടോ മുരുകണ്ണ എന്ന് മല്ലി വിളിച്ചു ചോദിക്കുന്നുണ്ട്. അതോടെ മുരുകൻ ഫോൺ അവന് നേരെ നീട്ടിക്കൊടുത്തു. വിശ്വ അവളോട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ ഫോൺ കട്ട് ചെയ്ത്. മിത്ര വീട്ടിൽ കാര്യം അവതരിപ്പിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നൊരു ഭാവമാണ് അവളുടെ പപ്പ ടെന്നീസിന്. ഈസി ആൻഡി പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ അവളുടെ കാര്യം അതിൽ അവൾ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നൊരു നയത്തിലാണ്. ടീനയുടെ വീട്ടിൽ കാര്യം പക്ഷേ കുറച്ച് സീനായിരുന്നു. പഠിക്കാൻ പോകുന്നതെന്ന് തന്നെ അവിടെ അത്ര താല്പര്യമില്ലാത്ത കേസായിരുന്നു. പിന്നെ മിത്രയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഗ്രേസി അല്പം അടങ്ങി തന്നെ. അതിനിടയിൽ ഇനി തനിച്ചുള്ള താമസം എന്ന് കൂടി കേട്ടതോടെ നല്ലതുപോലെ ഇടഞ്ഞു നിൽപ്പാണ്. ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, വേണമെങ്കിൽ വീട്ടിൽ നിന്ന് പഠിച്ചോ, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്നൊരു ഭാവം. ടീന അവളെ കൊണ്ടാവും പോലെയൊക്കെ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം. മിത്ര കളത്തിലിറങ്ങിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമായി കൊടുത്തു. ഡെന്നീസിന്റെ കൂടെ ടീനയുടെ വീട്ടിലെത്തിയ മിത്ര തനിക്ക് വേണ്ടിയാണ് ടീന കൂടി കോളേജിൽ ജോയിൻ ചെയ്തെന്നും വെറും 6 മാസം അതിനുള്ളിൽ അവൾ ഫ്രീ ആവുമെന്നും 6 മാസം ഞങ്ങൾ ഫ്രീ ബേഡ്സ് പോലെ പറന്നടന്ന് ഉല്ലസിക്കട്ടെ എന്നും ഒരനാവശ്യ പ്രശ്നത്തിനും പോയില്ലെന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ലൈഫിലേക്ക് വലിച്ചേർക്കില്ലെന്നും ഗ്രേസിയുടെയും കർത്താവിന്റെയും മുമ്പിൽ സത്യം ചെയ്തു കൊടുത്തിട്ടാണ് ആ കാര്യത്തിൽ അവർക്ക് സമ്മതം കിട്ടിയത് തന്നെ. ആർക്ക് ആ വീട് കാണിച്ചു കൊടുത്തിരുന്നൊരു കുറ്റത്തിന് ഗ്രേസിയുടെ വക അഭിക്കേപിക്ക് നല്ലപോലെ കേട്ടിരുന്നു. അങ്ങനെ ഒരു കാര്യം ഇത്രയും ടീനയും പറയുമ്പോൾ തന്നെ അത് നടക്കില്ലെന്ന് പറഞ്ഞ് മുടക്കിയില്ല എന്നതായിരുന്നു അബിയേബിയും ചെയ്തു പോയ മാരകമായ കുറ്റം. മിത്രക്കും ടീനയ്ക്കും വേണ്ടിയാണ് എന്നൊരൊറ്റ കാര്യം കൊണ്ട് അബിയേബി അത് കാര്യമാക്കാതെ വിട്ടുകളഞ്ഞു. പിറ്റേന്ന് കോളേജ് വിട്ടിട്ട് ഡെന്നീസിനും ഗ്രേസിക്കൊപ്പം മിത്രയും ടീനയും വീണ്ടും ആ വീട് കാണാനെത്തി. അബി അതിന്റെ ഓണറുടെ കയ്യിൽ നിന്ന് കീ വാങ്ങിച്ചിട്ട് എബിയുടെ കൂടെ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവിടെ എത്തുവോളം ഉണ്ടായിരുന്ന എതിർപ്പ് ആ വീടും പരിസരവും കണ്ടതോടെ ഗ്രേസി മാറ്റി പറഞ്ഞു. പുറത്തുനിന്നും കാണുന്ന അതേ ഭംഗിയും വൃത്തിയകത്തുമുണ്ട്. മിത്രക്കും ടീനൊക്കെ നല്ലപോലെ ബോധിച്ചു. അതിന്റെ ഒരു ആശ്വാസവും സന്തോഷവും അവരുടെ മുഖത്തും പ്രവൃത്തികളിലും ഉണ്ടായിരുന്നു. വിശ്വയും മുരുകനും പ്രതീക്ഷിച്ചതിനേക്കാൾ പുരോഗതി ഉണ്ടായിരുന്നു ക്യാൻറ്റീനിലെ അറ്റകുറ്റപ്പണികൾക്ക്. ആദ്യത്തെ 3 ദിവസം കോളേജ് ടൈം കഴിഞ്ഞതിന് ശേഷം വിശ്വയും മുരുകനും കൂടി അങ്ങോട്ട് ചെല്ലും. വിശ്വ അവന്റെ തീരുമാനം യാതൊരു മടിയുമില്ലാതെ പണിക്കാരെ കൊണ്ട് പറഞ്ഞു നടപ്പിലാക്കും. പക്ഷെ ആലോചിക്കാതൊക്കെ കാണുമ്പോൾ ഒട്ടും സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. അവൻ ചൊറിഞ്ഞു പറയുന്നതിനെല്ലാം വിശ്വ നല്ലപോലെ മാന്തി പൊളിച്ചു വിടുന്നതുകൊണ്ട് വാക്കുകളൊന്നും വല്ലാതെ പുറത്തിയാടുന്നില്ല. തുറിച്ചു നോട്ടവും പിറുപിറുക്കലും വിശ്വ പാടെ അവഗണിച്ചു കളയുകയും ചെയ്തു. തമ്മിലിടയുന്നവരെ കാണുമ്പോൾ അഖിലും മുരുകനെ ഏത് നിമിഷവും ഒരടി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതില്ലാതാക്കാൻ അങ്ങേയറ്റ ശ്രമം അഖിലിന്റെയും മുരുകന്റെയും ഭാഗത്തു നിന്നുണ്ടാവും. അതുകൊണ്ട് മാത്രം ഒഴിഞ്ഞുപോയ എത്ര കയ്യാങ്കളികൾ. അടുത്തയാഴ്ച ആദ്യം കോളേജിലെ ഫ്രഷേഴ്സ് ഡേ ആണെന്നും അന്ന് തന്നെ കോളേജ് ക്യാൻറ്റീൻ ഉദ്ഘാടനം കൂടെ ചെയ്യാമെന്നും വിശ്വ തന്റെ തീരുമാനം പറയുമ്പോൾ അഖിൽ അത് അംഗീകരിച്ചെങ്കിലും ബോസിനോട് ചോദിച്ചറിഞ്ഞിട്ട് മതി അതിനെ സംബന്ധിച്ചുള്ള തീരുമാനമെന്നും ഇതൊറ്റയ്ക്ക് തീരുമാനിക്കാൻ നീ നിന്റെ കാശിറക്കിയിട്ടൊന്നല്ലല്ലോ ഇത്രയും എത്തിച്ചെന്നും പറഞ്ഞ് അലൂഷി അന്നു ഇടഞ്ഞു. വിശ്വ പക്ഷേ അവന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവന്റെ മേൽനോട്ടത്തിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം അത് ഓപ്പൺ ചെയ്യുന്ന എന്നാണെന്ന് അവൻ തീരുമാനിക്കുമെന്നുള്ള വാദത്തിൽ തന്നെ. അപ്പോഴേക്കും അഖിൽ ഇടപെട്ടു. ഒടുവിൽ വിശ്വയാണ് ജയിച്ചത്. കോളേജ് ഫ്രഷേഴ്സ് ഡേയുടെ അന്ന് തന്നെ ക്യാൻറ്റീൻ ഉദ്ഘാടനം അത് വിപുലമായി തന്നെ നടത്തണമെന്നുണ്ടായിരുന്നു വിശ്വക്ക്. അന്ന് തന്നെ നീ നിന്റെ മാസം എൻട്രി വേണമെന്നും അതിനു വേണ്ടുന്നൊരു അവസരം ഞങ്ങൾ ഉണ്ടാക്കിത്തരുമെന്നും ബോസിന്റെ തീരുമാനം അത് തന്നെയാണെന്ന് അഖിൽ പറയുമ്പോൾ വിശ്വ മുരുകനെ നോക്കി. അതുവരെയും മനഃപൂർവ്വം മറന്നുകളയാൻ ശ്രമിക്കുന്ന ആ കാര്യം വീണ്ടും അവനെ ശ്വാസം മുട്ടിച്ച് തുടങ്ങി. നീ ഇവന് അതിന് മാത്രമാണ് വിശ്വ വന്നത്. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമായി മാത്രം കണ്ടാൽ മതി. 6 മാസത്തിലെ ഒരാഴ്ച ഇപ്പോഴേ പോയി എന്നും അഖിലാണ് വിഷയം ഓർമ്മിപ്പിച്ചത്. അതോടെ അവനെ തലയാട്ടി സമ്മതിച്ചു കൊടുക്കുകയും മാർഗമുണ്ടായിരുന്നുള്ളൂ. തനിക്ക് മുന്നിലുള്ളത് 6 മാസം. ഈ 6 മാസത്തിനുള്ളിൽ ഈ കോളേജിൽ പഠിക്കാനെത്തുന്ന മിത്രയെ ഈ ക്യാൻറ്റീനിലിരുന്ന് ഞാൻ വളച്ചെടുക്കണം. ദൈവമേ, സാധിക്കുമോ? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.